ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. ഒരുപാട് എഫേർട്ട് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കാണിത്. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനായിട്ടൊരു 6 സ്ലൈസ് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ടോപ്പോ അല്ലെങ്കിൽ ഒരു കട്ടറോ വെച്ചിട്ട് നല്ലപോലെ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ഇതുപോലെ ഒരു 2 എണ്ണം എടുക്കുക. അതിനുശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നത് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു എഗ്ഗിൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു എഗ്ഗ് നന്നായിട്ടൊന്ന് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കിതൊന്ന് നല്ല പോലെ തന്നെ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതൊന്ന് വെച്ചിട്ട് നല്ല പോലെ തന്നെ കവർ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസസും ബ്രൗൺ സൈഡ്സൊക്കെ കൂടെ ഞാനിപ്പോൾ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബ്രെഡ് ക്രംസ്. അപ്പോൾ അതിലിതാ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ എഗ്ഗിൻ്റെ മിക്സിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഒരു കളറായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്. ഏത് സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മറ്റേ സൈഡ് കൂടി ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുക്കുംബറാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് അളവിൽ തക്കാളിയാണ്. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരു 1/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് ഒരു 1/4 കപ്പ് അളവിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു ഏകദേശം 1/4 കപ്പ് അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റോ കാബേജോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 കപ്പോളം ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പ് കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഞാൻ ഇതിലോട്ട് മയോണൈസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മയോണൈസ് നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ കാബേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു പോക്കറ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഇതിലോട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഒന്നിവിടെ ഞാനിതാ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, ഒരുപാട് എഫേർട്ട് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഷവർമയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്